ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുമിത്ര രണ്ടും കൽപ്പിച്ചാണ് സത്യം കണ്ടെത്തിയേ അടങ്ങൂ എന്നുള്ള തീരുമാനത്തിൽ നമ്മുടെ സുമിത്ര അങ്ങോട്ടേക്ക് വരുന്നു. സുമിത്ര ആ വരവ് വരുന്ന സമയത്ത് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല അവർക്ക് രണ്ടുപേർക്കും, അതായത് രഞ്ജിതയ്ക്കും ഭർത്താവിനും ഒന്നും. അങ്ങനെ സുമിത്ര വരുമെന്നോ അല്ലെങ്കിൽ സുമിത്ര ഇതിൻ്റെ നേർക്ക് നേരെ നിന്ന് ചോദിക്കുമെന്നോ ഒന്നും അറിയാതെ എല്ലാം കൈയടക്കി കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ തൻ്റെ ചേട്ടൻ്റെ കഴിവിനെ പ്രശംസിച്ചുകൊണ്ട് നിന്ന് അവരുടെ മുന്നിലേക്കാണ് സുമിത്ര ഇളകി മറിഞ്ഞിങ്ങ് വരുന്നത്. സുമിത്രയെ കണ്ടപ്പോഴേക്കും രഞ്ജിതയുടെ ഉള്ളൊന്ന് പെടഞ്ഞു. അതുപോലെ തന്നെ കെട്ടിയവനും ടെൻഷനായി. പക്ഷേ അതൊന്നും മുഖത്ത് കാണിക്കാത്ത രീതിയിൽ രണ്ടുപേരും കൂടെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ സുമിത്ര കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നാലെ ഓടിക്കതച്ച് അവിടുത്തെ സെക്യൂരിറ്റി വരുവാണ്. അയാളുടെ പണി പോകുന്ന കേസാണല്ലോ. അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരി നിന്നില്ല, ഇടിച്ചു കയറി വന്നതാണ് മേഡം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അയാൾ പറയുമ്പോൾ അയാളോട് പൊയ്ക്കോളാനായിട്ട് രഞ്ജിത പറഞ്ഞു. ഇതേ സമയത്ത് നമ്മുടെ സുമിത്ര വന്നിട്ട് വഴക്കിനോ കാര്യത്തിനോ ഒന്നും പോയില്ല. ഒരു ചിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സുമിത്ര, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? നിങ്ങളോട് ആരാ ഇവിടെ വരാൻ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുമ്പം, എന്താ രഞ്ജിത, എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ പേടിച്ചു പോയോ? ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കള്ളപ്രമാണത്തിൻ്റെ സത്യങ്ങളൊക്കെ ഞാൻ കണ്ടെത്തോർത്തിട്ടാണോ പേടിച്ചു പോയത്? അതുകൊണ്ടാണോ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ, കള്ളപ്രമാണോ? എവിടത്തെ കള്ളപ്രമാണം? നിങ്ങൾ കുറേ ഇല്ലാക്കഥ ഉണ്ടാക്കിയാൽ അതൊക്കെ സത്യമാകുന്നുണ്ടോ? പിന്നെ നിങ്ങൾ എവിടെയും കയറി വന്ന് ഷോ കാണിക്കുന്നത് പോലെ ഇവിടെ ഈ രഞ്ജിതയുടെ സ്ഥാപനത്തിൽ വേണ്ട. എന്തോ രഞ്ജിതയുടെ സ്ഥാപനം? ഇത് രോഹിത്തിൻ്റെ രക്തമാണ്. രോഹിത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്താണ്, അല്ലെങ്കിൽ കമ്പനിയാണ്. അവിടെ അധികാരത്തോടെ ഇത് എൻ്റേതെന്ന് പറയാൻ എന്ത് യോഗ്യത രഞ്ജിത്തെ നിനക്കുള്ളതെന്ന് ചോദിച്ചു. രഞ്ജിത്ത് പറയുന്നതേ എൻ്റെ ഭർത്താവ്, എൻ്റെ ചേട്ടനാണ്. നിങ്ങളുടെ ഭർത്താവാകുന്നതിന് മുൻപ് എൻ്റെ ചേട്ടനായ മനുഷ്യനാണെന്ന് പറയുമ്പോൾ, അന്നൊന്നും ഈ ചേട്ടനോടുള്ള സ്നേഹമൊന്നും കണ്ടിട്ടില്ലല്ലോ. വേണ്ട, ചേട്ടൻ മരിച്ചു പോയതിന് ശേഷം ആ ചേട്ടൻ്റെ മകളെ നിങ്ങൾ സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇതൊക്കെ തട്ടിയെടുക്കുന്നതിനിടയിൽ അതങ്ങ് മറന്നുപോയല്ലേ എന്ന് ചോദിച്ചു. പിന്നെ രഞ്ജിതേ, ഞാനിപ്പോൾ വന്നത് വഴക്കിനോ കാര്യങ്ങൾക്കൊന്നും അല്ല, ഇവിടെ ഒന്നും കൈ അടക്കാനും അല്ല. പക്ഷേ ഒരു കാര്യം രഞ്ജിതയെ അറിയിക്കാൻ വേണ്ടി വന്നതാ. ഏതായാലും കാര്യങ്ങളെല്ലാം എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ഞാൻ വക്കീലിനെ അന്വേഷിച്ച് പോയിരുന്നു. എന്തായാലും വക്കീലിന് നമ്പറും ഉപേക്ഷിച്ച് ഈ നാട് വിട്ട് തന്നെ പോയിന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ ഒരു കള്ളപ്രമാണത്തിലും നിങ്ങൾക്ക് ഇടപെട്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ വക്കീൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ അയാൾക്ക് ഇവിടെ നിന്ന് നാട് വിട്ട് പോകേണ്ട കാര്യം എന്താ രഞ്ജിതേ? രഞ്ജിത്തെ, എന്തെങ്കിലുമൊക്കെ ഒരു കള്ളത്തരം ചെയ്യുമ്പോൾ അതിനകത്തും കുറച്ചൊക്കെ ന്യായം അല്ലെങ്കിൽ ഒരു മര്യാദ കാണിച്ചുകൂടെ എന്ന് ചോദിച്ചു. എല്ലാം കൂടി വെട്ടിപ്പിടിക്കുന്നതിനിടയിൽ പല കാര്യങ്ങളും പല സമയത്തും ചെയ്യാൻ മറന്നു പോകുന്നതിൻ്റെ പ്രശ്നം അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ആർക്കും സംശയമൊന്നും തോന്നില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾക്ക് വായി തോന്നുന്നത് വന്നും വിളിച്ചു പറയാനുള്ള സ്ഥലമല്ല ഇത്. ഇറങ്ങിക്കോളാൻ പറഞ്ഞ് സുമിത്ര ആട്ടി ഇറക്കാൻ തുടങ്ങുമ്പോൾ, ഞാൻ പോകാനായിട്ട് തന്നെ വന്നതാ, ഇവിടെ കയറി താമസിക്കാൻ വന്നതല്ല. പക്ഷെ ഞാൻ വരും. എൻ്റെ പൂജമോൾക്ക് അവകാശപ്പെട്ടതെല്ലാം തിരിച്ചു പിടിച്ചിട്ട് സുമിത്ര ഇങ്ങ് വരും. ഈ കള്ളപ്രമാണത്തിൻ്റെ പിന്നിലെ ചതിയുടെ കഥ അത് ഞാൻ പുറത്ത് കൊണ്ടുവരും രഞ്ജിത്തെ. നിങ്ങൾ ഉണ്ടാക്കിയ ഓരോ തെളിവുകളും നശിപ്പിച്ച് സത്യം വെളിപ്പെടുത്തുന്ന ഒരു ദിവസം വരും. അന്ന് സുമിത്രയുടെ തനി സ്വരൂപം നീ കാണും എന്നും പറഞ്ഞ് സുമിത്ര അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അത്രയും പവർഫുള്ളായിട്ട് നിന്ന് പറഞ്ഞ സുമിത്രയുടെ വാക്കുകൾ കേട്ടപ്പോൾ രഞ്ജിത ഒന്ന് പതറി. രഞ്ജിതയ്ക്ക് മനസ്സിലായി ഈ പെൺപിള്ളയുടെ അടുത്ത് ഒരുമാതിരി കേസുകളൊന്നും നടക്കില്ലെന്ന്. അങ്ങനെ രഞ്ജിത പേടിച്ച് വരച്ച് നിൽക്കും. അപ്പോഴേക്കും പങ്കജ് അങ്ങോട്ടേക്ക് വന്നു. പങ്കജ് വന്നു കഴിഞ്ഞപ്പോഴേക്കും പങ്കജ് ചോദിച്ചു, എന്താ അമ്മയെന്ന്. അപ്പോൾ സുമിത്രയുടെ കാര്യങ്ങൾ രഞ്ജിത ഇങ്ങനെ പറയുക. ഒരു രീതിയിലും ആ പെണ്ണുപിള്ളയ്ക്ക് നമ്മൾ പിടികൊടുക്കാൻ പാടില്ല എന്ന് മകനോട് പറയുന്നു. എല്ലാം കണ്ടെത്തി എല്ലാം വെട്ടിപ്പിടിക്കാനായിട്ടാണ് സുമിത്ര ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഇതൊന്നും കൈവിടാതെ അല്ലെങ്കിൽ ഇതൊന്നും കൈമോശം വന്നു പോകാതെ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ടത് നമ്മളാണ്. സുമിത്രയുടെ കഴിവുകൾ വെച്ച് സുമിത്ര എന്ത് കാര്യം തപ്പി ഇറങ്ങിയാലും അതിന് നേട്ടം കൊയ്യാതെ സുമിത്ര ഒരിക്കലും തിരിച്ചു കയറാറില്ല. അവളെ നമ്മൾ തറ പറ്റിച്ചേ പറ്റൂ, അവളുടെ നീക്കങ്ങൾ ഓരോന്നും നമ്മൾ വീക്ഷിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മകന് ഉപദേശ ക്ലാസ് കൊടുക്കുക അമ്മ. അപ്പം മകൻ അതൊക്കെ കേട്ടപ്പോൾ, അതൊക്കെ പണ്ടത്തെ സുമിത്രയല്ല, ഇനി ഒരു കളി നമ്മുടെ അടുത്തൊന്നും നടക്കില്ല, അമ്മ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ചെറുതായി സുമിത്രയെ കാണണ്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ നമ്മുടെ രഞ്ജിത മകനോട് പറഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പൂജയല്ലേ നമ്മുടെ കയ്യിലിരിക്കുന്നത്, പൂജയെ ആയുധമാക്കി കളിക്കുക എന്നുള്ളതാണ് ആശാനൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു തന്ത്രം അല്ലെങ്കിൽ ഒരു വഴി. അങ്ങനെ സുമിത്രയ്ക്കും പൂജയ്ക്കും എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടാക്കിയെടുക്കുക, അതിനോടുകൂടെ അവരെ മോശക്കാരാക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഇങ്ങനെ നടന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ദീപു
നമ്മുടെ സുമിത്രയുടെ വീട്ടിലേക്ക് എത്തുക. അപ്പോൾ ചിത്രയോട് ദീപു പറഞ്ഞിട്ടാണ് പോകുന്നത്, നമ്മുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചോളാം, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി വെക്കേണ്ടെന്നൊക്കെ. അപ്പോൾ എന്തൊക്കെയോ കള്ളത്തരങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് ദീപു ഇങ്ങനെ പോയിരിക്കുന്നതെന്ന് ചിത്രയ്ക്ക് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ ചെന്ന് കയറിയ ദീപുവിനെ 2 കൈ നീട്ടി തന്നെ നമ്മുടെ സുമിത്ര സ്വീകരിച്ചു. അപ്പോൾ വാ ദീപു മോനെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുത്തി ചായ എടുക്കാനൊക്കെ ചോദിച്ചപ്പോൾ ഇപ്പോൾ ചായ ഒന്നും വേണ്ട ചേച്ചി എന്ന് പറഞ്ഞു. നീ എന്താ പതിവില്ലാതെ ഇതുവഴിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പം പ്രശ്നമോ എനിക്ക് ചേച്ചി ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ദീപുവിൻ്റെ കടത്തെ പറ്റിയും അതുപോലെ ദീപുവിൻ്റെ ബാധ്യതകളെ പറ്റിയൊക്കെ ഇങ്ങനെ സുമിത്ര പറയുക. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയുടെ അടുത്തിരുന്ന് നല്ല പിള്ളയായി നല്ല അനിയനായി ചമഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയുന്നു. നമ്മുടെ കടമകൾ നമ്മൾ ചെയ്യണം ചേച്ചി. അതിപ്പോൾ എത്ര വലിയ കടത്തിന് മേലിൽ നിൽക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എത്ര വലിയ ദുരിതത്തിൽ നിൽക്കുകയാണെങ്കിലും നമ്മളുടെ കടമകൾ നമ്മൾ ചെയ്താൽ നാളെ നമുക്ക് അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടേണ്ടതായിട്ട് വരില്ലല്ലോ. അല്ലെങ്കിൽ നമ്മുടെ കടമകൾ ചെയ്തിട്ട് കഴുത്തോളം കടത്തിൽ മുങ്ങിയാലും ബാധ്യതകളിൽ മുങ്ങിയാലും നമുക്കൊരു ആത്മസംതൃപ്തി ഉണ്ടാകുമല്ലോ ചേച്ചി. അതാണിപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉള്ള ഒരു പാഠം എന്നൊക്കെ പറഞ്ഞ് ദീപു ഇങ്ങനെ സുമിത്രയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം ഒന്നുമില്ല എന്നുള്ളൊരിതിൽ അങ്ങനെ ദീപു ആ ഒരു മൈൻഡിൽ ഇങ്ങനെ സുമിത്രയോട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓട്ടക്കണ്ണ് ഇങ്ങനെ ഇട്ട് നോക്കുന്നുണ്ട്. ഇനി ചേട്ടത്തിയുടെ മനസ്സ് അല്ലെങ്കിൽ മുഖം ഏത് ഭാവത്തിലാണ് ഏത് പരുവത്തിലാണ് ഇരിക്കുന്നത് എന്നൊക്കെ അറിയാനായിട്ട്. അങ്ങനെ സുമിത്രയെ വിശ്വസിപ്പിക്കാനായിട്ട് കള്ളക്കഥകൾ തന്നെ ഇങ്ങനെ ആശാൻ പറഞ്ഞു പിടിപ്പിച്ചുകൊണ്ടിരിക്കാം. സുമിത്രയാണെങ്കിലോ അനിയനോടുള്ള സ്നേഹം അല്ലെ അനിയനോടുള്ള കരുതൽ ഇതെല്ലാം കേട്ടുകൊണ്ടും അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഇവർ 2 പേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുമിത്ര പറഞ്ഞു, മോനെ നീ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം ശരിയാകും, എല്ലാം റെഡിയായി വരും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. അപ്പോൾ എന്തൊക്കെയോ എവിടെയൊക്കെയോ സുമിത്രയുടേതായി ബാക്കി കിടപ്പുണ്ട്. അത് ദീപുവിന് നന്നായിട്ട് അറിയാം. അത് ഏതൊക്കെയോ വകുപ്പിൽ ദീപുവിൻ്റെ കൈകളിൽ അല്ലെങ്കിൽ ദീപുവിൻ്റെ കെയർ ഓഫിൽ എത്തിയിട്ടുമുണ്ട്. അതും ഒരു സത്യം തന്നെയാണ്. അതുകൊണ്ട് ഇതൊരിക്കലും ദീപു ഇതിനകത്ത് ഇൻവോൾവ് ആണെന്നുള്ള കാര്യം സുമിത്ര അറിയരുത്. അപ്പോൾ സുമിത്രയ്ക്ക് ഇതിനകത്ത് ദീപുവിന് ഒരിക്കലും സംശയം തോന്നരുത്. അതിന് വേണ്ടിയിട്ടാണ് ദീപു ഇതുപോലെ കിടന്ന് പെടാപ്പാട് പെടുന്നത്. അപ്പം അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പൂജ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ആ ദീപങ്ങൾ എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു. ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ മോളെ, എന്നാണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചപ്പോൾ വിശേഷം എന്താ അങ്കിളെ, സുഖം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിക്കുമ്പോൾ ജോലിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ രഞ്ജിതയുടെ ഓഫീസിലാണ് ഇപ്പോൾ ജോലി എന്ന് പറയുമ്പോൾ അതേതായാലും നല്ല കാര്യമായി മോളെ, അവിടെ പോയി ജോലി ചെയ്യാൻ മോൾ തയ്യാറായല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയെല്ലാം ഈ ദീപു ഇരുന്ന് സംസാരിക്കുക. അപ്പോൾ ദീപു അതൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴും വളരെ സിൻസിയറായിട്ട് തന്നെയാണ് നമ്മുടെ സുമിത്രയും പൂജയും അതൊക്കെ ഉൾക്കൊള്ളുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ദീപു ഇങ്ങനെ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദീപുവിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദീപു ചേച്ചി എന്നാൽ ഞാൻ ഇറങ്ങിക്കോട്ടെ എന്നിങ്ങനെ ചോദിക്കാം. ആരാ ദീപു വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ് ചേച്ചി, ഞാൻ അവനെ കാണാമെന്ന് പറഞ്ഞിരുന്നു, എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചു. നീ വന്നിട്ടൊന്നും കഴിച്ചില്ലല്ലോ. അതൊന്നും സാരമില്ല ചേച്ചി, ഇനി ആകാലോ, ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ദീപു ഇങ്ങനെ ദീപു പോകാൻ ഇറങ്ങി. അപ്പോൾ ഇവർ യാത്രയാക്കി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ദീപുവിൻ്റെ കൂട്ടുകാരൻ ദീപുവിനെ കാത്ത് വഴിയിൽ നിൽപ്പുണ്ടായിരുന്നു. വേറെ ആരുമല്ല, രഞ്ജിതയുടെ ഭർത്താവ്. അപ്പോൾ ഇവർ തമ്മിൽ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടത്തിയിട്ടുണ്ട്. ഇവർ തമ്മിൽ എന്തൊക്കെയോ കള്ളക്കളികൾ നിറഞ്ഞ് ആടുന്നുണ്ട്. അങ്ങനെ അയാൾ വന്ന് നമ്മുടെ ദീപുവിനെ കാത്തു നിൽക്കുന്ന അയാളോ ദീപുവിനെ കുറേ ഭീഷണിപ്പെടുത്തുകയും ദീപുവിനോട് നോക്കിയും കണ്ട് നിന്നില്ലെങ്കിൽ ദീപുവിൻ്റെ ജീവിതം തന്നെ നശിപ്പിക്കുമെന്നുള്ള കാര്യങ്ങളും സുമിത്ര ഇതെല്ലാം കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. സുമിത്രയെ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ വന്നിങ്ങനെ ഈ നമ്മുടെ ദീപുവിനോട് സംസാരിക്കുന്നത്. അപ്പോൾ ദീപു ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടുക്കടലിലായെന്ന് തന്നെ പറയാം. സുമിത്രയെയും ഇവരെയും പേടിക്കണം. ഇവരെ 2 പേരെയും പേടിച്ച് നിന്ന് വേണം തനിക്ക് തൻ്റേതായി എന്തെങ്കിലും സമ്പാദിച്ചുണ്ടാക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ കഥ വരുന്നത്. എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.